പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ കന്യകാമറിയം അമ്മ ലോക ജനപദങ്ങളുടെ അമ്മയായി മാറിയത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെ യേശുവിൻ്റെ അമ്മ എന്നാണ് തുടക്കത്തിൽ മുതൽ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമുക്കറിയാം, ഇന്ന് സകല ജനപദങ്ങളുടെയും അമ്മയായി പരിശുദ്ധ അമ്മ മാറി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനിൽ നിന്ന് മംഗളവാർത്ത സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കുണ്ടായ ആ വ്യാകുലം, അതുപോലെ മാതാവിൻ്റെ ജീവിതത്തിലുടനീളം ആ വ്യാകുലം തുടരുന്നുണ്ട്. മാതാവിൻ്റെ സങ്കടങ്ങൾ, ആ സങ്കടങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ ജനപദങ്ങളുടെ അമ്മയായി മാറിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗബ്രിയേൽ ദൂതിൽ നിന്ന് ദൂത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന്. അതുകൊണ്ട് ആ ദൂത് സ്വീകരിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചില്ല. കേവലം ബാലികയായിരുന്ന പരിശുദ്ധ കന്യകാമറിയം അമ്മ ആ വചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ചതിന് ശേഷം ആ വചനത്തിൽ നിന്ന്, ആ സന്ദേശത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മാതാവ് പുറത്തു വരുന്നുണ്ട്. അത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ആ വ്യാകുലത്തിൽ നിന്ന് മാതാവ് പുറത്തു കിടക്കുന്നത്. ഇതുപോലെ നിരവധി സന്ദർഭങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മ യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്ന്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. അങ്ങനെ ആ ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ആകുലതകളും സങ്കടങ്ങളും ലോക ജനപദങ്ങളുടെ അമ്മയായി മറിയം മാറുന്നതിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുമാത്രം സങ്കടങ്ങൾ മാതാവ് ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാകും. അതിലൂടെയാണ് ഈ ലോക ജനപദങ്ങളുടെ അമ്മയായി മറിയം മാറുന്നതിൻ്റെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിലാണ് ഈ അടുത്ത സംഭവം നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ യേശുവിനെയും കൂട്ടിക്കൊണ്ട് കുടുംബസമേതം യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. ആ ദേവാലയത്തിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ യേശു കൂടെയില്ല. 3 ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞ് തിരിച്ച് ദേവാലയത്തിലെത്തുമ്പോൾ യേശുവിനെ കണ്ടെത്തുകയും യേശു അവിടുത്തെ ശാസ്ത്രിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിനെ അവർ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, യേശു അവരോട് മാപ്പ് പറയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സാധാരണഗതിയിൽ സംഭവിക്കേണ്ടിയിരുന്നൊരു കാര്യം അതായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണമെന്നെല്ലാം പറയുന്ന ഒരു യേശുവിനെയാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ്. യേശുവിൻ്റെ അമ്മയാണ് മറിയമെങ്കിലും, മറിയമിൻ്റെ മകനാണ് യേശുവെങ്കിലും, ഇവിടെ യേശു മാതാവിനോട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന്. അപ്പോൾ യേശു ദൈവപുത്രനായി മാറുന്നതിൻ്റെ സമാന്തരമായി സംഭവിക്കുന്നൊരു കാര്യമാണ് മാതാവ് ലോകത്തിൻ്റെ അമ്മയായി മാറുന്നു എന്ന് പറയുന്നത്. അങ്ങനെ യേശുവിനെ കണ്ടെത്തിയെങ്കിലും അമ്മയുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യാകുലമായി ആ സംഭവം അവശേഷിക്കുന്നുണ്ട്. യേശുവിനെ കണ്ടെത്തിയപ്പോഴും യേശു പറയുന്ന വാക്കിതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ആയിരിക്കേണ്ടതല്ലേ എന്നാണ്. വീണ്ടും നമ്മൾ കാണുന്ന മറ്റൊരു സന്ദർഭം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ അമ്മയ്ക്ക് കാണാൻ കഴിയാത്ത വിധം യേശു ജനങ്ങളോടൊപ്പമായിരുന്നു, ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതമായി. അങ്ങനെ യേശുവിനെ കുറേ നാളായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ യേശുവിനെ അന്വേഷിച്ച് മാതാവിൻ്റെ ചാർച്ചക്കാരും ഒന്നിച്ച് യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ യേശുവിനെ അവർ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെ അവർ കണ്ടെത്തുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ മാതാവ് പറയുന്നുണ്ട്, യേശുവിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ആ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ എന്ന് പറയും, ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ വേണ്ടി
പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന്. അപ്പോൾ യേശു പറയുന്ന മറുപടിയാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നാണ് യേശു മറുപടി കൊടുക്കുന്നത്. നോക്കുക, വീണ്ടും അമ്മയിൽ നിന്ന് യേശു അകലം പാലിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ അമ്മ എന്ന പദവിയിൽ നിന്ന് ലോക ജനപദങ്ങളുടെ അമ്മയായി യേശു മാതാവിനെ, പരിശുദ്ധ അമ്മയെ ഉയർത്തുന്നതിൻ്റെ ഒരു രംഗമാണിത്. യേശു പറയുകയാണ്, എൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന്. ഈ കാലഘട്ടത്തിലും യേശുവിൻ്റെ ഈ വാക്കുകൾക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. സത്യത്തിൽ യേശുവിൻ്റെ അമ്മയാണ് മറിയം. എന്നാൽ യേശു പറയുകയാണ്, എൻ്റെ വചനം കേട്ട് എന്നെ അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന്. നമുക്കറിയാം, പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ അമ്മയും ചാർച്ചക്കാരും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവുമായി ബന്ധമുള്ളവരെന്ന് പറയുന്നത്, യേശുവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ കർത്താവിനെ സ്വീകരിക്കുന്നവരാണ് സത്യത്തിൽ യേശുവിൻ്റെ ചാർച്ചക്കാർ, യേശുവിൻ്റെ ബന്ധുക്കൾ. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ ചാർച്ചക്കാരനാണ്, യേശുവിൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ അഭിമാനിക്കുന്നുണ്ടാകാം. അവരോടും ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് ഇന്നും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എൻ്റെ ചാർച്ചക്കാർ. കേവലം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, അതുമാത്രമായി പരിമിതപ്പെടുത്തുന്നുവെങ്കിൽ, ഒരു ചടങ്ങായി, ഒരു ശുശ്രൂഷയായി, ഒരു കുദാശയായി അതിനെ സ്വീകരിക്കുന്ന മുഖാന്തരം ഒരിക്കലും യേശുവിൻ്റെ ചാർച്ചക്കാരനോ ബന്ധുവോ സഹോദരനോ ആയി മാറാൻ നമുക്ക് സാധിക്കുകയില്ല. വചനം കേട്ട് അനുസരിക്കുന്നതിലൂടെയാണ് അത് പൂർണ്ണതയിലെത്തുന്നത്. യേശുവിൻ്റെ അമ്മയായി, സഹോദരനായി, സഹോദരിയായി, മാതാവായി ഒക്കെ നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത് എന്ന സന്ദേശം ഈ വചനം നമുക്ക് തരുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നത് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയാണ്. കാൽവരിയിലേക്കുള്ള യേശുവിൻ്റെ യാത്രയിൽ അമ്മ ഒപ്പം കൂടുന്നുണ്ട്. താൻ അകറ്റി നിർത്തപ്പെട്ടുവെങ്കിലും അമ്മ യേശുവിനെ പിൻപറ്റുകയാണ്. അങ്ങനെ കാൽവരിയിൽ എത്തി ക്രൂശമരണത്തിൻ്റെ സമയത്തും ഇതാ പരിശുദ്ധ അമ്മ ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, യേശു പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, യോഹന്നാൻ താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായിരുന്ന യോഹന്നാനെ നോക്കിക്കൊണ്ട് യേശു അമ്മയോട് പറയാണ്, ഇതാ നിൻ്റെ മകൻ എന്ന്. അതുപോലെ യോഹന്നാനോട് യേശു പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന്. അങ്ങനെ യേശു എന്താണ് അവസാനമായി ചെയ്തത്? കുരിശിൻ ചുവട്ടിൽ വെച്ചാണ് സത്യത്തിൽ യേശുവിൻ്റെ അമ്മ എന്ന പദവിയിൽ നിന്ന് ലോക ജനപദങ്ങളുടെ അമ്മയായി, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അമ്മയായി പരിശുദ്ധ അമ്മയെ യേശു ഉയർത്തുകയാണ് ചെയ്തത്. നമുക്ക് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാനായിട്ട്, ചിന്തിക്കാനും ധ്യാനിക്കാനുമുള്ള വിഷയം പരിശുദ്ധ അമ്മ എനിക്ക് ആരാണ് എന്നുള്ളതാണ്. എൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമറിയം അമ്മ രൂപാന്തരപ്പെടുന്നത് എപ്പോഴാണ്? സത്യത്തിൽ കുരിശിൻ ചുവട്ടിൽ വെച്ചാണ് അങ്ങനെ രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് കുരിശിൻ ചുവട്ടിലേക്ക് വരുന്നവർക്കാണ് യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി ലഭിക്കാൻ ഇടയാകുന്നത്. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യനെ നോക്കിക്കൊണ്ട് ശിഷ്യനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ എന്ന്. അപ്പോൾ അതിന് വേറൊരു മാനം, അർത്ഥതലം അതിനുള്ളത്, യേശുവിൻ്റെ ശിഷ്യനായി തീരുമ്പോൾ മാത്രമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായി മാറുന്നത്. യേശുവിൻ്റെ ശിഷ്യനായി തീരുന്നവർക്കാണ് പരിശുദ്ധ അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഈ കാലഘട്ടത്തിലും ഒരുപാട് സഭാവിഭാഗങ്ങൾ യേശുവിൻ്റെ അമ്മയായിട്ട് തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം അമ്മയെ കാണുന്നത്. സകല ജനപദങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുമെന്ന മറിയമ്മൻ്റെ സ്തോത്രഗീതത്തിൽ പ്രവചന രൂപത്തിൽ മാതാവ് പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യനായി തീരുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സ്ഥാനത്ത് നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യനാകുക മാത്രമല്ല, ആ ശിഷ്യൻ നിൽക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലാണ്. അങ്ങനെ കുരിശിനെ സ്നേഹിക്കുന്നവർക്കാണ്, സങ്കടങ്ങളെയും വ്യാകുലങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്കാണ് മാതാവ് അമ്മയായി തീരുന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്, യേശു പരിശുദ്ധ അമ്മയെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് കാനാവിലെ കല്യാണ വിരുന്നിലായാലും മറ്റ് പല സന്ദർഭങ്ങളിലും, അതുപോലെ തന്നെ കുരിശിൻ ചുവട്ടിലും ഒക്കെ തന്നെ പരിശുദ്ധ അമ്മയെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം തൻ്റെ അമ്മയെ യേശു സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത്? പരിശുദ്ധ കന്യകാമറിയം അമ്മ യേശുവിൻ്റെ അമ്മയാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ പിതാവിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ഒരു സ്ത്രീയാണെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇതാ ആദമും ഹവ്വയും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി
അവർ ഭൂമിയിലേക്ക് നിപതിച്ചു കഴിഞ്ഞപ്പോൾ 3 ശിക്ഷകൾ പിതാവായ ദൈവം അവർക്ക് നൽകുന്നുണ്ട്. ആ 3 പേരെന്ന് പറയുന്ന ഒന്ന് പുരുഷനാണ്, മറ്റൊന്ന് സ്ത്രീയാണ്, മറ്റൊന്ന് പിശാചിൻ്റെ പ്രതിനിധിയായി വന്ന പാമ്പ് അല്ലെങ്കിൽ സർപ്പമാണ്. ഈ 3 പേർക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി 3:15 സർപ്പത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്, അല്ലെങ്കിൽ പിശാചിന് കൊടുക്കുന്ന ശിക്ഷയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന പ്രവചന രൂപത്തിലുള്ള ഒരു ശിക്ഷയാണ് പിശാചിന് കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഒരു മകൻ യേശു പിശാചിൻ്റെ തലയെ തകർക്കും, പിശാച് യേശുവിൻ്റെ ആ പുത്രൻ്റെ കുതികാൽ തകർക്കും. അതാണ് കുരിശിൻ ചുവട്ടിൽ സംഭവിച്ചത്. പ്രവചന രൂപത്തിലുണ്ടായിരുന്ന ഈ ശിക്ഷ പിശാചിനോട് യഹോവയായ ദൈവം അരുളി ചെയ്ത ആ പ്രവചന രൂപത്തിലുള്ള ശിക്ഷ കാൽവരിയിൽ നിറവേറി. അവിടെ ഇതാ യേശുവിൻ്റെ അമ്മ, യേശുവിനെ പ്രസവിച്ച സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അനാദിയിൽ തന്നെ പരിശുദ്ധ കന്യകാമറിയം അമ്മ ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയിൽ നിന്ന് യേശു പിറക്കേണ്ടിയിരുന്നു. അങ്ങനെ സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശുവും പിശാചും തമ്മിലുള്ള ശത്രുത്വത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ലോക ജനപദങ്ങളുടെ അമ്മ എന്ന് മാത്രമല്ല, പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തുന്നതിനുള്ള മധ്യസ്ഥ കൂടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് രക്ഷാകരമായ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ സ്ത്രീയെ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുകയാണ്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ പേരവിടെ പറയുന്നില്ല, സ്ത്രീയുടെ പേരും അവിടെ പറയുന്നില്ല. അത് പരിശുദ്ധ അമ്മയും യേശുവുമാണ് എന്ന് കാൽവരിയിൽ വെച്ചാണ് വെളിപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പൈശാചിക ശക്തികളുടെ മേൽ പരിശുദ്ധ അമ്മയ്ക്കൊരു മാധ്യസ്ഥ ശക്തിയുണ്ട്. അപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുകയാണ്, 3:15 പറയുകയാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസവിക്കുന്ന സ്ത്രീ ആരാണോ ആ സ്ത്രീക്ക് പിശാചുമായിട്ട് ശത്രുതയുണ്ട് എന്നാണ്. അപ്പോൾ തിന്മയുടെ ശക്തികൾക്ക് ഇതാ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. മറിയത്തിൻ്റെ വലിയ മധ്യസ്ഥത നമ്മൾ ചോദിക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ലോക ജനപദങ്ങളുടെ അമ്മ എന്നതുപോലെ തന്നെ പൈശാചിക ശക്തികളുടെ മേൽ അധികാരമെടുക്കുവാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന അമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മയെ വേദപുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വീണ്ടും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആകാശത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ, ചന്ദ്രൻ അവളുടെ കാൽച്ചുവട്ടിൽ, അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം എന്ന്. സ്വർഗത്തിൽ വസിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ് നമ്മളിവിടെ കാണുന്നത്. പരിശുദ്ധ അമ്മ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ലോക ജനപദങ്ങളുടെ അമ്മയായി പരിശുദ്ധ അമ്മ മാറി, വിശുദ്ധന്മാരുടെ രാജ്ഞിയാണ്, മാലാഖമാരുടെ രാജ്ഞിയായി ഇതാ യേശുവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മധ്യസ്ഥയായിട്ട് തിരുവചനങ്ങളിലൂടെ നമുക്ക് മാതാവിനെ പരിചയപ്പെടാൻ കഴിയും. പിതാക്കന്മാർ മാതാവിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്, മാതാവിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇതാണ് നമ്മൾ ഇനി ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം. പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് ജനങ്ങളെ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകത്തിലേക്ക് യേശു എന്ന് പറയുന്ന രക്ഷകൻ, ലോക ജനതയുടെ പാപങ്ങളെ പരിഹരിക്കുന്ന യേശു എന്ന രക്ഷകൻ ഭൂമിയിലേക്ക് 1ാമതായിട്ട് ജനിച്ചു വന്നത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെയാണ് നമുക്കറിയാം. ഇനി 2ാമത് അവൻ വരുവാനിരിക്കുന്നവനാണ്. ആ 2ാമത്തെ വരവിന് വേണ്ടി ജനപദങ്ങളെ ഒരുക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. അപ്പോൾ ലോക ജനപദങ്ങളുടെ അമ്മ എന്ന വിശേഷണത്തിന് ഇപ്പോഴും കൂടുതൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഈ അമ്മയിലൂടെയാണ് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് 2ാമത്തെ വരവിന് വേണ്ടി ഈ അമ്മ ജനപദങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് മരണമടയുന്ന ഒരു വ്യക്തിയുടെ മേൽ അധികാരമുണ്ട്. അതാണ് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനം പറയും, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അവസാനിക്കുന്നത്. മരണസമയത്ത് നമ്മളെ പറുദീസായിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ദൂതന്മാരെ അയക്കുന്നത്, മാലാഖമാരെ അയക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു ചുമതലയാണ്. പരിശുദ്ധ അമ്മയുടെ അധികാരപരിധിയിലിരിക്കുന്ന ഒരു കാര്യമാണ് മരണമടയുന്ന ഒരു വ്യക്തിയെ പറുദീസായിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്ന ദൗത്യം. അതുകൊണ്ടാണ് മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മരണസമയത്താണ് മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തി ഏറ്റവും കൂടുതലായിട്ട് വെളിപ്പെടാനുള്ളത്. ഒരുപക്ഷേ ഈ നാളുകളിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാനായിട്ട് സാധിക്കുന്നത്
അല്ലെങ്കിൽ മാതാവിൻ്റെ സഹായം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ മരണസമയത്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും നമ്മൾ ധ്യാനിക്കേണ്ട മറ്റൊരു വിഷയമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. രണ്ട് മേഖലകളിൽ, രണ്ട് സമയങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഒന്നാമത്തേത് കാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ പുതുവീഞ്ഞാക്കി മാറ്റി എന്നുള്ളതാണ്. വീണ്ടും അതൊരു അടയാളമായിരുന്നു. നമുക്കറിയാം അതെന്തിൻ്റെ അടയാളമായിരുന്നു? വീഞ്ഞിനെ തിരുരക്തമാക്കി മാറ്റുന്നതിൻ്റെ അടയാളമായിരുന്നു. പച്ചവെള്ളത്തെ രൂപാന്തരപ്പെടുത്തി അതിനെ വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ ഇതാ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷയുടെ അവസാനത്തെ നാളുകളിൽ വിശുദ്ധ കുർബാനയെ സ്ഥാപിക്കുമ്പോൾ വീഞ്ഞിനെ രക്തമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് വീഞ്ഞ് രക്തമാകാൻ പോകുന്നതിൻ്റെ ഒരാദ്യപടിയായിരുന്നു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും നമ്മൾ വീഞ്ഞിനെക്കുറിച്ച് ഉള്ള ഒരു പരാമർശം വീണ്ടും നമ്മൾ കാണുന്നത് ഇതാ പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് ഒരുക്കുന്നത് മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്. 120ഓളം വരുന്ന ശിഷ്യന്മാർ ഇതാ മർക്കോസിൻ്റെ മാളികയിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി കാത്തിരിക്കുന്നത്. മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് പരിശുദ്ധ റൂഹ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, ശിഷ്യന്മാരുടെ മേൽ ആവസിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ലോക ജനതയോട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഒരു ഭയവിഹുലരായിത്തീർന്നു, അവർ പരിഭ്രമമുള്ളവരായിത്തീർന്നു. അവർക്ക് പരിചയപ്പെടാത്ത ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോഴവർ പല അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്, അന്യഭാഷകൾ സംസാരിക്കുന്നുണ്ട്, ചില ആരവങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാർ പറയും ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണ് എന്ന്. നോക്കുക, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചിരുന്നവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അത് വീഞ്ഞു കുടിച്ചവരെ പോലെ അവർ കാണപ്പെട്ടു. അപ്പോൾ ഇതാ കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ ഇതാ ആ വീഞ്ഞ്, പുതുവീഞ്ഞിൻ്റെ ലഹരി പരിശുദ്ധാത്മ നിറവിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പുരോഹിതന്മാരുടെ മധ്യസ്ഥനാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ഈ ലോകത്ത് വിശുദ്ധ കുർബാന എന്ന ആരാധന അർപ്പിക്കുവാൻ വേണ്ടി അധികാരപ്പെട്ടവർ, അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് പുരോഹിതന്മാരെന്ന് നമുക്കറിയാം. ഈ പുരോഹിതൻ വിശുദ്ധ കുർബാന എന്ന ബലി അർപ്പിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും പാടിയിരിക്കേണ്ട ഒരു കീർത്തനമാണ് മറിയമിൻ്റെ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മറിയം യേശുവിനെ ലോകത്തിന് കൊടുത്തുവെങ്കിൽ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഓരോ പുരോഹിതനും യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരരക്തങ്ങൾ ലോകജനങ്ങൾക്ക് നൽകുകയാണ്, വിശ്വാസികൾക്ക് നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ സ്ഥാനത്തേക്കാണ് പുരോഹിതൻ ഉയരുന്നത്. അതുകൊണ്ടാണ് മറിയം പാടിയ ആ സ്തോത്രഗീതം പാടിക്കൊണ്ടാണ് പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് പോകുന്നത്. അവിടെ അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവത്തെക്കുറിച്ച്, താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും എന്ന മറിയമിൻ്റെ പ്രവചനഗീതം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആ മറിയമിൻ്റെ പാട്ടിലൂടെ, ആ പാട്ട് ആലപിച്ചുകൊണ്ടാണ് പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പുരോഹിതന്മാരുടെ മധ്യസ്ഥയായിട്ട് പരിശുദ്ധ അമ്മ വിരാജിക്കുകയാണ്. അപ്പോൾ നോക്കുക, ലോക ജനപദങ്ങളുടെ അമ്മയായി മാറിയ പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. പരിശുദ്ധ റൂഹായെ ഭൂമിയിലേക്ക് അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറിയമിൻ്റെ വിലയേറിയ മധ്യസ്ഥം ഇന്ന് ലഭ്യമാണ്. ഇവിടെ വിശുദ്ധ കുർബാന എന്ന ആരാധന, അത് പുരോഹിതനെ രൂപം കൊടുക്കുന്നത് അല്ലെങ്കിൽ പുരോഹിതൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ മറിയമിനോട് മാധ്യസ്ഥം ചോദിക്കുന്നുണ്ട്. നിന്നെ പ്രസവിച്ച മറിയാവും നിൻ്റെ മാമോദിസമുക്ക് യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടാണ് പുരോഹിതൻ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ ഇന്ന് ലോക ജനപദങ്ങൾക്ക് യേശുവിനെ നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ വചനം ജഡമായി തീർന്ന യേശുവിനെ പ്രസവിച്ച മറിയം ഇന്നും ലോക ജനപദങ്ങൾക്ക് യേശുവിനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ പകരക്കാരനായ പരിശുദ്ധ റൂഹായെ ഭൂമിയിലേക്ക് അയക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. വീണ്ടും നമ്മൾ കാണുകയുണ്ടായി, പൈശാചിക പീഡയിൽ നിന്ന് ഒരു വ്യക്തിയെ വിമോചിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, വിലയേറിയ മാധ്യസ്ഥം സഹായമുള്ളതാണ്. അപ്പം മറിയത്തിൻ്റെ സംരക്ഷണം തേടിക്കൊണ്ടാണ് പൈശാചിക പീഡകൾ ഒഴിപ്പിക്കുന്ന ഭൂതോച്ചാടന ശുശ്രൂഷ നിർവഹിക്കുന്ന വൈദികർ അവർ മധ്യസ്ഥം തേടുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ, ആത്മീയതയുടെ എല്ലാ മേഖലകളിലും തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് ജനപദങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഇതാ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മാതാവ് പറയുകയാണ്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുമെന്ന്. അങ്ങനെ മാതാവ് യേശുവിൻ്റെ അമ്മ എന്ന പദവിയിൽ നിന്ന്
ഇതാ ലോകജനപദങ്ങളുടെ അമ്മയായി, ഭാഗ്യവതിയായി, സകല തലമുറകളും പുകഴ്ത്തുന്നവളായി മാറിയിരിക്കുകയാണ്. അമ്മയുടെ സ്ഥാനം ഇന്ന് സ്വർഗത്തിലാണ്. അത് സ്വർഗത്തിനും ഭൂമിയുടെയും രാജ്ഞിയായിട്ടാണ് അവൾ വിരാജിക്കുന്നത്. അതുകൊണ്ട് സുറിയാനി പിതാക്കന്മാർ പറയും, മാലാഖമാരുടെ രാജ്ഞി, വിശുദ്ധന്മാരുടെ രാജ്ഞി, സകല ജനപദങ്ങളുടെയും രാജ്ഞി എന്ന പദവിയാണ് സുറിയാനി പിതാക്കന്മാർ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരു സുറിയാനി പിതാവ് പറയുകയാണ്, മാതാവിനെ എന്തുമാത്രം പുകഴ്ത്തിയാലും അത് അധികമാകുകയില്ല എന്ന്. ആ പുകഴ്ത്തലുകളെല്ലാം തന്നെ യേശുവിലേക്കാണ് ചെല്ലുന്നത്. കാരണം അനാദിയിൽ തന്നെ ദൈവപിതാവിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ഒരു സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. കേവലം യേശുവിൻ്റെ അമ്മ എന്ന പദവിയിൽ നിന്ന് ലോകത്തിൻ്റെ അമ്മ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ആ സ്ത്രീയാണ് ഇന്ന് പരിശുദ്ധ അമ്മയായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും തേടാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുശേഷിപ്പ് സുനോറോ വിവിധ ദേവാലയങ്ങൾ, സുറിയാനി ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുറിയാനി പിതാക്കന്മാർ അസന്നിഗ്ധമായി പറയുന്നൊരു കാര്യമുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യവും ആ മാതാവിൻ്റെ പ്രത്യക്ഷതയും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ കുർബാനയിൽ മദ്ബഹായിലാണ് മാതാവിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാർ സുറിയാനി ദേവാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ ആരുടെ നാമത്തിൽ ദേവാലയം സ്ഥാപിക്കപ്പെട്ടാലും ഒരു ത്രോണോസ് വിശുദ്ധ അമ്മയുടെ നാമത്തിലായിരിക്കണമെന്ന് അനുശാസിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ അത്ഭുതകരമായൊരു സാന്നിധ്യം ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അമ്മയുടെയും വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ട്. വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട മാലാഖമാരുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം ഓരോ ബലിപീഠത്തിലും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാണ് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മാതാവിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം, ഇപ്പോഴെവിടെയാണ് മാതാവ് ഇരിക്കുന്നത്, മാതാവിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലാണ് മാതാവിൻ്റെ സ്ഥാനം. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ദേവാലയത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് ഒരു വിശ്വാസിയെ വിളിച്ചു കൊണ്ടുവരുന്നത്, പ്രേരിപ്പിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയിലൂടെയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഒരു സുറിയാനി പിതാവ് ഉപമിച്ചിരിക്കുന്നത് ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ആനവാതിലിനോട് ഉപമിച്ചിരിക്കുകയാണ്. ആ വാതിലിലൂടെയാണ് ഒരു വിശ്വാസി ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ യേശുവിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിലായിട്ട് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് യേശുവിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നു. മാതാവിലൂടെ അല്ലാതെ യേശുവിനെ കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നവർ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ പരിശുദ്ധ അമ്മയിലൂടെയാണ് യേശുവിൻ്റെ പക്കലേക്ക് വരാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം, സുരക്ഷിതമായ വഴി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ നമ്മൾ മാതാവിലേക്കല്ല എത്തിച്ചേരുന്നത്, മാതാവിലൂടെ യേശുവിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ മാതാവ് ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു അഭയകേന്ദ്രം, അതിൻ്റെ അവസാനത്തെ വാക്കായിട്ടല്ല തിരുവചനത്തിൽ അല്ലെങ്കിൽ സുറിയാനി പിതാക്കന്മാരുടെ ആത്മീയ ചിന്തകളിൽ നിൽക്കുന്നത്. മാതാവ് ഒരു മധ്യസ്ഥയാണ്. മാതാവിലൂടെ യേശുവിൻ്റെ തിരുശരീരങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഒരു വ്യക്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് ആ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള വാതിലിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ ആ ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഈ വിശ്വാസി സ്വീകരിക്കുന്നത് കർത്താവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരവും രക്തവുമാണ്. അപ്പോൾ ജഡപ്രകാരം വചനം ജഡമായി തീർന്നു, മാതാവിൽ വസിച്ചു, ആ മാതാവിൽ നിന്ന് യേശു ജനിച്ചുവെങ്കിൽ ഇന്നും വചനം ജഡമായി തീരുന്ന ആ പ്രക്രിയ മറ്റൊരു രൂപത്തിൽ വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ ഓരോ വിശ്വാസിയുടെയും ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നു. ശരീരാത്മദേഹികളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ ലോകത്ത് യേശു വീണ്ടും ജീവിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ, മാമോദിസായിലൂടെ ഇതാ ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്നത് മാതാവിൻ്റെ വലിയ മധ്യസ്ഥ ശക്തി കൊണ്ടാണ്. അപ്പോൾ വീണ്ടും ജനിച്ച വ്യക്തി പുതു സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ യേശുവിലൂടെ യേശുവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വിശ്വാസിക്കാണ് പരിശുദ്ധ അമ്മയെ മാതാവായിട്ട് ലഭിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുകയുണ്ടായി, കുരിശിൻ ചുവട്ടിൽ നിന്ന ശിഷ്യനോടാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ കർത്താവിനെ സ്വീകരിക്കുന്നവർക്കാണ് പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയായിട്ട് മാറുന്നത്. ഈ വലിയ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലരുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ, യേശുവിലേക്ക് അടുപ്പിക്കട്ടെ, പരിശുദ്ധ റൂഹ കൊണ്ട് നിറയുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.
Maria.